السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد. ആദരണീയരായ നേതാക്കൾ, ജാമിയത്തുൽ ഹിന്ദിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകർ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നാട്ടുകാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ നമ്മുടെ ഉന്നത പഠനം നടത്തുന്ന സ്ഥാപനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള സംവിധാനമായി ജാമിയത്തുൽ ഹിന്ദ് സംഘടിപ്പിക്കുകയും അതിൻ്റെ കീഴിൽ വളരെ സ്തുത്യർഹമായ വിധത്തിൽ ധാരാളം പുരോഗമനപരമായ, കാലഘട്ടത്തിനു അനുയോജ്യമായ ആവശ്യമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാർത്ഥികളുടെ പുരോഗതി ലക്ഷ്യം വെച്ച് അവരെ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ മഹ്റജാൻ പരിപാടി. അൽഹംദുലില്ലാഹ്, വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് അവിടെയുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ച് അതിൽ നിന്ന് ഊർജം സ്വീകരിച്ച് അവസാനം 300ഓളം വരുന്ന സ്ഥാപനങ്ങളിലെ വ്യത്യസ്ത പ്രായവും പഠനവുമുള്ള വിദ്യാർത്ഥികൾക്കിടയിലാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ മത്സര പരിപാടി നടന്നിട്ടുള്ളത്. അള്ളാഹു ഇതിൽ പങ്കെടുത്ത, ഇതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന, സഹായിച്ച, സഹകരിച്ച എല്ലാവർക്കും നിങ്ങൾക്ക് ആതിഥേയത്വം നൽകാൻ വേണ്ടി ഞങ്ങളെ കൂടെ നിന്ന് തന്ന കുറ്റ്യാടിയിലും പരിസരങ്ങളിലുമുള്ള നല്ലവരായ മുഴുവൻ ജനങ്ങൾക്കും അല്ലാഹു തആല എല്ലാ ഖൈറും വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യും. സ്വാഭാവികമായും ഒരു സ്ഥാപനത്തിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവിടെ അധ്യാപനം നടത്തുന്ന ഗുരുനാഥന്മാർക്കും തന്നെ സ്ഥല സൗകര്യം ഇല്ലാതിരിക്കലാണല്ലോ ഉണ്ടാവുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ഥാപനത്തെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കളും അവരുടെ ഗുരുനാഥന്മാരിൽ ചിലരും ഇവിടെ എത്തിയപ്പോൾ വേണ്ടതുപോലെ നിങ്ങളെ ആദരിക്കാനും സൽക്കരിക്കാനും നിങ്ങൾക്ക് സൗകര്യമൊരുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിങ്ങളെല്ലാവരും ക്ഷമിച്ചവരായതുകൊണ്ട് ഇനി ക്ഷമിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും സിറാജുൽ ഹുദക്ക് വേണ്ടിയും പരിസരങ്ങളിലുള്ള നാട്ടുകാർക്ക് വേണ്ടിയും ഇതിനെ സഹായിക്കുന്നവർക്ക് വേണ്ടിയും ഇതിനെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകിച്ചും നിങ്ങൾക്ക് വേണ്ടി ഊണും ഉറക്കുമൊഴിച്ച്
അധ്വാനിക്കുന്ന ജാമിയത്തുൽ ഹിന്ദ് ഓഫീസിലുള്ള നമ്മുടെ ഉസ്താദുമാരും അതുപോലെ പ്രവർത്തകരും, ഞാൻ ഓരോരുത്തരുടെ പേര് ഇപ്പോൾ പറയുന്നില്ല, അവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ അടുത്തൊരു മരിച്ച വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ നിന്ന് എൻ്റെ കൂടെയുള്ള ഇസ്ഹാഖ് സഖാഫിയോടും ഡ്രൈവർ അബ്ദുറഹ്മാനോടും പറഞ്ഞു, ആ ജാമിയത്തുൽ ഹിന്ദിൻ്റെ ഓഫീസിലുള്ള നമ്മുടെ പ്രവർത്തകരായ യുവ പണ്ഡിതന്മാർ അവർ എത്രയാണ് ഇതിനു വേണ്ടി അധ്വാനിക്കുന്നത്. അള്ളാഹു അതെല്ലാം അവർക്കും നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അമലാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നേരത്തെ എൻ്റെ പ്രിയ സ്നേഹിതൻ മജീദ് കക്കാട് അവർകൾ പറഞ്ഞതുപോലെ ഈ മത്സരം നമുക്ക് വേണ്ടി നമ്മളാൽ സംഘടിപ്പിക്കപ്പെട്ട മത്സരമാണ്. ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനം ലഭിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിക്കുന്ന മത്സരം പോലെ അല്ല. അതേപോലെ തെരുവോരങ്ങളിൽ പരസ്പരം ശണ്ട കൂടാനും കലഹം വെക്കാനും വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ ആ വിധത്തിലുള്ള മത്സരവും അല്ല. ഇത് നമുക്ക് ഉന്നതമായ കോണിപ്പടികളിലേക്ക് ഉയർന്നുയർന്ന് കയറിപ്പോകാൻ വേണ്ടി പരിശീലനം നേടാനുള്ള ഒരു സന്ദർഭമാണ് നമ്മുടെ മഹ്റജാൻ പരിപാടി. അൽഹംദുലില്ലാ, നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും വന്ന മക്കൾ, അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകട്ടെ, വളരെ ഗംഭീരമായി വളരെ സ്തുത്യർഹമായി അവരുടെ പരിപാടികൾ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ട്രോഫി കിട്ടുന്നവരും കിട്ടാത്തവരും എല്ലാവരും വിജയിച്ചവരാണ്. ആരും ഇവിടെ തോറ്റവർ ഇല്ല, എല്ലാവരും ജയിച്ചവരാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാറ്റിലും സന്തോഷമാണ്. ഒരിക്കലും പരസ്പരം അത് അവനായല്ലോ ഇവനായല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ ഇങ്ങനത്തെ യാതൊരു നിരാശാബോധവും അസൂയയും അഹങ്കാരവും ഒരിക്കലും തന്നെ നമ്മെ പിടികൂടുകയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ലഭിക്കണം എന്ന് ചിന്തിക്കുന്ന ജീവിതമാണ്. യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. നമുക്ക് തന്നെ ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടണം എന്ന ചിന്തയിലാണ് മഹാന്മാരായ സഹാബത്ത് ജീവിച്ചിട്ടുള്ളത്. ആ സഹാബത്തിനെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ എതിരാളികൾ ഒരിക്കലും നമ്മുടെ കൂടെ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളോ സ്ഥാപനങ്ങളോ അല്ല. നമുക്ക് ആകെ ലോകത്ത് 2 എതിരാളികൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് പിശാചും മറ്റൊന്ന് നമ്മുടെ ശാരീരിക ഇച്ഛയുമാണ്. നിങ്ങൾ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ബുർഉദ്ദ അത് മാനസിക രോഗത്തിനും ശമനമാണ്, ശാരീരിക രോഗത്തിനും ശമനമാണ്. അതുകൊണ്ട് അതിന് ബുർഉദ്ദ രോഗശമനം എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. മഹാനവറുകൾക്ക് തന്നെ ഉണ്ടായിരുന്ന രോഗം അത് ചൊല്ലിയപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. അതിൽ ഒരുപാട് ആത്മീയ ഉപദേശങ്ങൾ ഉണ്ട്. നിങ്ങളിൽ പലരും പ്രസംഗത്തിൽ മത്സരിക്കുന്നവർ, ദഅവാ പ്രവർത്തനങ്ങളിൽ മത്സരിക്കുന്നവർ ഒക്കെ ഉണ്ടാകും. മത്സരം വേണം. മത്സരിച്ച് എല്ലാവരും മുന്നിലെത്താനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിലെത്തിയാൽ അവിടെയും നിങ്ങൾക്കിടയിൽ, നിങ്ങളെ കൂടെ പഠിക്കുന്നവർക്കിടയിൽ നിങ്ങൾ മത്സരിക്കണം. ഏറ്റവും കൂടുതൽ ആര് മാർക്ക് വാങ്ങും, ഏറ്റവും കൂടുതൽ ആര് അറ്റൻഡ് ഉണ്ടാകും, ഏറ്റവും കൂടുതൽ ആര് അച്ചടക്കം പ്രകടിപ്പിക്കും, ഏറ്റവും കൂടുതൽ ഗുരുനാഥന്മാരുടെ സംതൃപ്തി വാങ്ങാൻ ആർക്ക് കഴിയും. നിങ്ങളെ മത്സരം ഈ മത്സരം കൊണ്ട് തീരൂല. നിങ്ങളെന്നും മത്സരത്തിൽ തന്നെയായിരിക്കണം. മത്സരിച്ച്
പുരോഗമിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമാ വഇൻഹുമാ മഹളാകൻ നുസ്ഹഫത്തഹിമി. നമുക്ക് രണ്ട് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. ഒന്ന് പിശാചാണ്. ആ പിശാചിനെ നേരിടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളോട് ഖുർആൻ ഓതുമ്പോൾ പോലും ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. അത് പാരായണം ചെയ്യൽ പുണ്യമാണ്. ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതാൻ ആർക്ക് കഴിയും എന്ന് മത്സരിച്ചോതാണ് വേണ്ടത്. പക്ഷേ ആ സമയത്തും ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലാഹുവിനോട് നമ്മൾ കാവല് ചോദിക്കണം, പിശാചിൽ നിന്ന് കാവല് ചോദിക്കണം. കാരണം ഖുർആനാണ് ഓതുന്നതെങ്കിൽ പോലും പിശാച് നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. നമ്മുടെ ഖുർആൻ ഓത്തുകൊണ്ടുള്ള ലക്ഷ്യം തെറ്റിക്കും, നമ്മുടെ ഉദ്ദേശങ്ങൾ നശിപ്പിക്കും. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ പോലും പിശാചിനോട് കാവല് ചോദിക്കണം. എല്ലാ സ്ഥലത്തും പിശാചിനോട് കാവല് ചോദിക്കണം. വെറും വാഷ്റൂമിൽ കയറുമ്പോൾ മാത്രം അല്ല, ടോയ്ലറ്റിൽ കയറുമ്പോൾ മാത്രമല്ല. പിശാച് നമ്മെ വഴിതെറ്റിക്കാതിരിക്കാൻ പടച്ചവനോട് കാവല് ചോദിക്കണം. അവൻ അത്രയും വലിയ വില്ലനാണ്. അതിനാൽ എപ്പോഴും അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ലഭിക്കണം. അങ്ങനെ വരുമ്പോൾ ഏത് വിഷയം വരുമ്പോഴും പിശാച് നമ്മുടെ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ കൊണ്ടുവരും. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. ജിന്നുകളിലും മനുഷ്യരിലും മനുഷ്യൻ്റെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം നടത്തുന്ന കുബുദ്ധികൾ ഉണ്ട്. ആ കുബുദ്ധികളുടെ ശർറിൽ നിന്ന് കാവല് ചോദിക്കണം. അതിനാണൊരു സൂറത്ത് തന്നെ അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. പിശാച് നമ്മെ സ്വാധീനിക്കാൻ പാടില്ല. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പലരുമായും സംവാദം നടത്തിയിട്ടുണ്ട്. സംവാദത്തിൽ മഹാനവറുകൾ പറയും, ഞാൻ സംവാദത്തിൽ ജയിക്കുക എന്ന ഒരു ലക്ഷ്യം ഉണ്ടാകാറില്ല. മറിച്ച് എൻ്റെ മറുവശത്തുള്ള ആള് അദ്ദേഹം മുഖേന കാര്യം മനസ്സിലായാൽ മതി എന്നാണ് ഞാൻ ചിന്തിക്കാറ്. ശരി ഏതാണെന്ന് എൻ്റെ മറുവശത്തുള്ള ആള് മുഖേന മനസ്സിലായാൽ മതി, എനിക്ക് പേര് വേണ്ട. അതാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. അത് ഇന്ന് നടക്കുന്ന സംവാദം പോലെയുള്ള സംവാദമാണെന്നാരും തെറ്റിദ്ധരിക്കരുത്. ഇന്നത്തെ സംവാദങ്ങൾ അത്തരത്തിലുള്ള സംവാദങ്ങളല്ല, തർക്കങ്ങളാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തർക്കത്തിന് പോകുന്ന ആളല്ല. ഇങ്ങനെ ഒരു അലദ്ദുൽ ഖസിം എന്ന് പറയുന്ന ഒരു തർക്കക്കാരനായി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരിക്കലും ജീവിച്ചിട്ടില്ല. മറിച്ച് പണ്ഡിതോചിതമായ ചർച്ചയാണ് അവരുടെ സംവാദം എന്ന് പറയുന്നത്. ആ സംവാദം നടത്തുമ്പോൾ എൻ്റെ മറുവശത്തുള്ള ആൾ മുഖേന അതാണ് കൂടുതൽ ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ അതാണ് എനിക്ക് കൂടുതൽ താല്പര്യം എന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു സ്വന്തം ശിഷ്യനാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവും ശിഷ്യനും തമ്മിൽ ഒരു സംവാദം നടന്നു. ഏതാണ് കൂടുതൽ ശരി എന്ന് ബോധ്യപ്പെടാനുള്ള ചർച്ചയാണ്. അല്ലാതെ ഉസ്താദിനോട് തർക്കിക്കാൻ വന്നതല്ല ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ചർച്ച എന്താണ്? നിസ്കാരമൊഴിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണോ അല്ലേ? നിസ്കരിക്കാത്തവൻ അവൻ നിസ്കാരം നിർബന്ധമില്ലെന്ന വാദക്കാരനല്ല, നിസ്കരിക്കണം എന്ന് തന്നെയാണ് അവൻ്റെ ആശയം. പക്ഷേ അദ്ദേഹം നിസ്കാരം ഒഴിക്കുന്നു. അവൻ അമുസ്ലിമാണോ മുസ്ലിമാണോ? അതാണ് ചർച്ചാ വിഷയം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിസ്കാരം ഒഴിക്കുന്ന ആള് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നൊരഭിപ്രായം ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. എന്നാൽ
ഷാഫി ഇമാം തങ്ങൾ ചോദിച്ചു, നിസ്കരിക്കാത്ത ആൾ മുസ്ലിമാവൂല, മുസ്ലിമല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, ഓ അഹമ്മദ്, അദ്ദേഹം മുസ്ലിമാകാൻ ഇനി എന്താ വേണ്ടത്? അയാൾക്ക് മുസ്ലിം ആകണം, എന്നാ എന്താ വേണ്ടത്? അപ്പോൾ അഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലണം. അപ്പോൾ അഹമ്മദ് റളിയല്ലാഹുവിനോട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം എപ്പോഴും ഷഹാദത്ത് കലിമ ചൊല്ലുന്ന ആളല്ലേ, ആ ആശയത്തിൽ അദ്ദേഹത്തിന് തർക്കമില്ലല്ലോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൽ ഒരാൾക്ക് ആശയപ്പൊരുത്തമില്ലെങ്കിൽ പിന്നെ അയാൾ മുസ്ലിമാണോ അല്ലേ എന്ന് നമ്മൾ തമ്മിലൊരു സംവാദം നടക്കണോ? എല്ലാവർക്കും അറിഞ്ഞൂടെ അയാൾ മുസ്ലിമല്ല? അയാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളാണ്, അത് അംഗീകരിക്കുന്ന ആളാണ്, നിസ്കരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം മുസ്ലിമാണോ അല്ലേ എന്നല്ലേ നമ്മളെ വിഷയത്തിലെ ചർച്ച. അപ്പോൾ അതുകൊണ്ട് മുസ്ലിമാകും എന്ന് പറയാൻ പറ്റില്ലല്ലോ, അയാൾ അങ്ങനെ പറയുന്ന ആളല്ലേ. അപ്പോൾ അഹമ്മദ് റളിയല്ലാഹു അൻഹു രണ്ടാമതായി പറഞ്ഞു, എന്നാൽ അദ്ദേഹം നിസ്കരിച്ചാൽ മുസ്ലിമാവും. അപ്പോൾ ഷാഫി ഇമാം ചോദിച്ചു, നിസ്കരിക്കാത്തതുകൊണ്ട് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കാഫറാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, കാഫർ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുമോ? നിസ്കാരം ശരിയാകണമെങ്കിൽ ആദ്യം തന്നെ മുസ്ലിം ആയാലല്ലേ നിസ്കാരം ശരിയാവും. എൻ്റെ ചോദ്യം, ഇയാൾ മുസ്ലിം ആകാൻ എന്താ വേണ്ടതെന്നാണ്. ഇയാളിപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, കാരണം നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവില്ലല്ലോ, അയാൾ മുസ്ലിം അല്ല എന്നല്ലേ നിങ്ങളുടെ വാദം. അപ്പോൾ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന് അതിനപ്പുറം പിന്നെ പറയാൻ മറുപടി ഇല്ല. അവിടെ ഗുരുവര്യരുമായുള്ള ആ സംവാദത്തിൽ അഹമ്മദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് സമ്മതിച്ചു. അതുകൊണ്ട് അഹമ്മദ് റളിയല്ലാഹു അൻഹു തോറ്റുപോയോ? ഇല്ല, അഹമ്മദ് റളിയല്ലാഹു അൻഹു വിജയിച്ചു. അഹമ്മദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു സംവാദം നടത്തിയത് കൊണ്ടാണ് നമുക്ക് ആ തെളിവ് കിട്ടിയത്. അല്ലെങ്കിൽ പിൽക്കാലക്കാരായ നമുക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ അറിവ് ലഭിക്കുകയില്ലായിരുന്നു. സാധാരണയായി ഉരസി നോക്കുമ്പോഴാണ് പലപ്പോഴും സ്വർണത്തിൻ്റെ തിളക്കം കാണുക. ശിഷ്യന്മാർ ഉസ്താദുമാരോട് നല്ല ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കണം. ക്ലാസ്സിലും അല്ലാതെയുമൊക്കെ ഉസ്താദുമാരോട് ശിഷ്യന്മാർ നല്ല കടുകടുത്ത ചോദ്യം ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഉസ്താദുമാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ഒരുപാട് വിജ്ഞാന മുത്തുകൾ നമുക്ക് സംഭാവന ലഭിക്കുക. ചിലപ്പോൾ ഒരു ഉസ്താദിന് ഒരു വിഷയത്തിൻ്റെ മറുപടി പറയാൻ പെട്ടെന്ന് കഴിഞ്ഞില്ല എന്ന് വരും. അത് പടച്ചവനെ പേടിക്കുന്ന ഉസ്താദാണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അദ്ദേഹം കണ്ണും ചിമ്മി എന്തെങ്കിലും പറയൂല. അദ്ദേഹം പറയും, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് പറയാം എന്ന് പറയും. അവരാണ് പണ്ഡിതന്മാർ. അല്ലാതെ എവിടെയും എനിക്ക് തർക്കിച്ച് വിജയിക്കണം എന്ന് വിചാരിക്കുന്നവർ പണ്ഡിതന്മാരല്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്താദാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചില സംശയങ്ങൾ പലരും ചോദിച്ചു. അങ്ങനെ ചോദിച്ചതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 36ഓളം വിഷയങ്ങളിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എനിക്കതറിയില്ല എന്ന് മറുപടി പറഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ ആരും കൊച്ചാക്കിയിട്ടില്ല, കൊച്ചാക്കാൻ നിവൃത്തിയും ഇല്ല. മാലിക് റളിയല്ലാഹു അൻഹു അതേ ലാ യുഫ്താ വ മാലിക്കും ഫിൽ മദീന. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തുള്ള സമയത്ത് ഫത്വ നൽകപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും ഫത്വ കൊടുക്കാൻ ധൈര്യം വരില്ല എന്നാണ്. അങ്ങനെ പറയാൻ കാരണം അത്രയും വൈജ്ഞാനിക രംഗത്ത് ഉയർന്ന സ്ഥാനമുള്ള ആളാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. സമയം പറയണേ, റെഡിയാ? ഓക്കെ. അപ്പം അതുകൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതുകൊണ്ട് മോശമായി പോയിട്ടില്ല. അതുകൊണ്ട് അറിയാത്തത് ആരും പറയാൻ പാടില്ല, പഠിക്കാത്തതൊന്നും പറയാൻ പാടില്ല, നിഗമനം വെച്ച് ഒന്നും സംസാരിക്കാൻ പാടില്ല. ഞാനിപ്പോൾ വിശദമായി സംസാരിക്കുന്നില്ല. കാണുന്ന ചരിത്രങ്ങളൊന്നും കേൾക്കുന്നത് പോലെ ഉദ്ധരിക്കരുതെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു. ചിലപ്പോൾ ഏതെങ്കിലും മഹാന്മാർക്ക് സംഭവിച്ച ചില ദൗർബല്യങ്ങളുണ്ടാകും, ചില മഹാന്മാർക്ക് സംഭവിച്ച ചില ഇടർച്ചകൾ, ജല്ലത്തുകൾ ഉണ്ടാകും. അതൊക്കെ ചരിത്രമാക്കി പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് എല്ലാ കഥകളും പറയാൻ പാടില്ല എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. ഏത് സംഭവം പറയുമ്പോഴും അത് പറഞ്ഞാൽ ദീനിന് എത്ര നന്മയുണ്ട്, ജനങ്ങൾക്ക് എത്ര ഈമാൻ വർദ്ധിക്കും, ജനങ്ങൾക്ക് എത്രത്തോളം തഖ്വ വർദ്ധിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടല്ലാതെ എല്ലാം പറയാൻ പറ്റില്ല
എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതായി കാണാം. അതെല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതാണ്. ഇതുപോലെ ഞാൻ പറയട്ടെ, എല്ലാ കിതാബുകളും നോക്കി കാണുന്നതൊക്കെ പറയാനും പാടില്ല. കിതാബുകൾ നോക്കുമ്പോൾ ആ കിതാബിനെ കുറിച്ച് പഠിക്കണം, അതിൻ്റെ മുസന്നിഫിനെ കുറിച്ച് പഠിക്കണം. ആ മുസന്നിഫ് തന്നെ പറഞ്ഞത് മറ്റ് ചില പണ്ഡിതന്മാർ അത് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഉദാഹരണത്തിന് മാത്രം ഞാൻ പറയാൻ, തെൽബീസ് ഇബിലീസ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. വലിയ പണ്ഡിതനാണ് ഇബ്നുൽ ജൗസി. പക്ഷേ ആ തെൽബീസ് ഇബിലീസിൽ തന്നെ തെൽബീസ് ഉണ്ട് എന്ന് വേറെ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാണുന്നൊക്കെ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഏത് കുട്ടികൾക്കും ഫോൺ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു നോക്കിയാൽ ഏത് കിതാബും കിട്ടുന്ന കാലമാണ്. അതിൽ കാണുന്നൊക്കെ ഉടനെ വാട്സപ്പിലിടാൻ വേണ്ടി ആരും പോകരുത്. അതൊക്കെ വളരെ ഗൗരവത്തോടെ, ദീനിൻ്റെ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ കാണണം. പഠനത്തിൽ നിങ്ങൾ തുടരണം, മത്സരങ്ങൾ തുടരണം. അള്ളാഹു നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.